നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രീ ഗണപതി ഭഗവാന്റെ പ്രീതിക്കായി അനുഷ്ഠിക്കേണ്ട വിശേഷപ്പെട്ട ഒരു വഴിപാടിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. എത്ര വലിയ പ്രതിസന്ധിയുടെ കൊടുമുടിയിൽ എത്തിയാലും മനമുരുകി വിളിച്ചാൽ ഓടിയെത്തി ഇരു കൈകളും നീട്ടി രക്ഷിക്കുന്ന ക്ഷിപ്രപ്രസാദിയാണ് ഗണപതി. സങ്കടഹരനായ ഗണപതിയുടെ പ്രീതിക്കായി ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് കറുകപ്പുല്ല് പൂജ. കറുകപ്പുല്ല് ഗണപതിയുടെ പൂജകൾക്ക് പ്രധാനമായതിന് പിറകിൽ ഒരു കഥയുണ്ട്. ഒരിക്കൽ അനലൻ എന്നു പേരായ അസുരൻ സ്വർഗത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. ഈ അസുരന്റെ കണ്ണിൽ നിന്ന് പ്രവഹിച്ച അഗ്നിയിൽ സകലതും ചാമ്പലായി. ഇതിൽ നിന്നും രക്ഷപ്പെടാനായി ദേവന്മാർ ഗണപതിയെ അഭയം പ്രാപിച്ചു. ഗണപതി അസുരനുമായി യുദ്ധം ചെയ്തു. തൻ്റെ വിരാട് രൂപം പുറത്തെടുത്ത് അസുരനെ വിഴുങ്ങി. എന്നാൽ അഗ്നിയുടെ തീക്ഷ്ണമായ ശക്തി മൂലം ദേഹം മുഴുവൻ ചൂട് അനുഭവപ്പെടുകയും ശരീരത്തിന് അസ്വസ്ഥതകൾ ഉണ്ടാകുകയും ചെയ്തു. ഇതിൽ നിന്നും സംരക്ഷണം നൽകാനായി ചന്ദ്രൻ തലയ്ക്കുമീതെ നിന്ന് തണൽ നൽകി. വിഷ്ണു ഭഗവാൻ താമര നൽകി. ശിവൻ വയറിനു ചുറ്റും പാമ്പിനെ ചുറ്റി ആശ്വാസം നൽകി. പക്ഷേ ഇതുകൊണ്ടൊന്നും ഗണപതിയുടെ അസ്വസ്ഥതകൾക്ക് ആശ്വാസം ലഭിച്ചില്ല. അവസാനം പല ദിക്കുകളിൽ നിന്നുള്ള മഹർഷിമാർ വന്ന് ഗണപതിക്ക് 21 കറുകപ്പുല്ലുകൾ നൽകി. ഇതോടെ ചൂടിൽ നിന്ന് ആശ്വാസം ലഭിച്ചു. ഇതേ തുടർന്ന് തന്നെ കറുകപ്പുല്ലുകൊണ്ട് പൂജിക്കുന്നവരിൽ താൻ പ്രസന്നനാകുമെന്ന് ഗണപതി അനുഗ്രഹം നൽകി. 21 കറുക കൊണ്ടുള്ള പൂജയാണ് ഏറ്റവും മികച്ചത്. ഇത് ഒരുമിച്ച് കൂട്ടി വെള്ളത്തിൽ മുക്കി ശുദ്ധമാക്കി ഗണപതിയെ പൂജിക്കണം. ഗണപതിയുടെ കാൽക്കൽ നിന്നും തുടങ്ങി കഴുത്തറ്റം കറുക കൊണ്ട് മൂടുന്നത് ഏറ്റവും വിശിഷ്യമായി കരുതാം. ജീവിതത്തിൽ ആരോഗ്യം, ധനം, സൗഭാഗ്യം, പ്രശസ്തി, സമൃദ്ധി, ജീവിത വിജയങ്ങൾ എന്നിവ കൊണ്ടുവരാൻ ഈ വിശിഷ്ടമായ പൂജ കൊണ്ട് സാധിക്കും. നമസ്കാരം.